അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വിക്രമം വരാറായല്ലോ. ഇവളിന്ന് പോകുന്ന ലക്ഷണമില്ല. ദൈവമേ. വിജി, ഒന്ന് നിർത്തി, ഒന്ന് നിർത്തി പറയാ ഞാൻ. എന്താ എന്താ അമ്മേ? സോറി മോളെ. അമ്മേ, എന്തിനാ വണ്ടി നിർത്തിയിട്ട് താഴെ ഇറങ്ങി നിൽക്കുന്നേ? വിജി, എന്റെ നിലമോളെയും നീ ഇവിടെ വിട്ടേക്ക്. ഞാൻ നിലമോളെയും കൊണ്ട് സ്കൂളിൽ പൊക്കോളാം. സ്കൂൾ ഇവിടെ അടുത്തല്ലേ, നിനക്ക് ജോലിക്ക് പോവാൻ സമയമായില്ലേ? നീ ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് കടയിലേക്ക് അങ്ങ് പൊക്കോ. ഇവിടെയോ? ആ, ഇവിടുന്ന് നിങ്ങൾ എങ്ങനെയാ പോകുന്നത്? നടന്നു തന്നെ. അമ്മേ, വട്ടാണോ അമ്മയ്ക്ക്? ഇത്ര ദൂരം കൂട്ടിക്കൊണ്ട് വന്നിട്ട് സ്കൂളിന്റെ മുറ്റത്ത് കൊണ്ടുവിടാതെ ഇവിടെ ഇറക്കിയിട്ട് പോകാൻ പറയുന്നു. അല്ല, നിനക്ക് ജോലിക്ക് പോവാൻ സമയമായില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഇല്ലല്ലോ, അമ്മയുടെ വർത്തമാനം ഒന്നും അത്ര ശരിയല്ലല്ലോ. ഞാൻ നിനക്ക് വേണ്ടിയാ പറഞ്ഞത്, അതിനും എന്നെ സംശയിക്കാം. ഇല്ല, അമ്മ എന്നെ സ്കൂളിലേക്ക് വരണ്ടെന്ന് വീട്ടിൽ നിന്ന് മുതലേ പറഞ്ഞു തുടങ്ങിയതാ. അതിനെന്താ കാരണമെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അയ്യോ എന്റെ വിജി, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ നീ. ശരി ശരി, ഒന്നുമില്ല, വാ പോവാം. ഒന്നുമില്ലല്ലോ, അതെ വണ്ടിയിൽ കയറുവാ. അയ്യോ, വിജി വിക്രമം തമ്മിൽ ഇന്ന് കാണാൻ പാടില്ലല്ലോ. കണ്ടു കഴിഞ്ഞ് എന്റെ പ്ലാനൊക്കെ പൊളിഞ്ഞു പോവല്ലോ. എന്റെ ദൈവമേ, എന്തേലും ഒരു മാർഗം കാണിച്ചതാ. എന്താ അമ്മ ആലോചിക്കുന്നത്? വെള്ളം വേണം. വെള്ളം തന്നെ അമ്മേ. അയ്യോ, വിക്രമിന്റെ കാറാണല്ലോ പോയത്. അപ്പൊ ഇന്ന് രണ്ടുപേരും കണ്ടുമുട്ടൂല്ലോ. എന്റെ ദൈവമേ, രക്ഷിക്കണേ. എന്താ അമ്മ, എന്താ അമ്മ പെറുപിറുക്കുന്നേ? അമ്മയുടെ പ്രശ്നം എന്താ? ഒന്നുമില്ല വിജി, ഞാൻ വണ്ടി കയറിക്കോളാം. നീ റോഡിൽ നോക്കി സമാധാനായിട്ട് വണ്ടി ഓടിക്കേ. സാവധാനോ? സ്കൂളിലേക്ക് ലേറ്റ് ആവില്ലേ? നിങ്ങളെ അവിടെ വിട്ടിട്ട് എനിക്ക് സമയത്തിന് കടയിലെത്തണ്ടേ? സാവധാനം പോവാൻ പറയുന്നു. എന്താ മോളിത്? ഇങ്ങനെ പറയും അങ്ങനെയും, അങ്ങനെ പറയും ഇങ്ങനെയൊന്നും പറയുന്നേ. 3 പേർക്ക് കൂടി പോവാലോ. ഒന്ന് സമാധാനായിട്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ സ്ലിപ്പായി പോവില്ലേ. അതാ ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. ഇത് പിടിക്കും. അമ്മ ഒന്ന് വേഗം അമ്മേ. കേറുന്നു. കേറിയോ? മെല്ലെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കേ. മിണ്ടാതെ വാ അമ്മേ. അച്ഛാ, ഒരു മിനിറ്റ് വണ്ടി നിർത്തിയേ. എന്തിനാടാ? നിർത്താനല്ലേ പറഞ്ഞത്. ശരി, നിർത്തി. കാര്യം എന്താന്ന് പറ. ഇനി അങ്ങനെ ഒന്ന് റിവേഴ്സ് പോയേ. എന്തിനാടാ റിവേഴ്സ് ഗിയർ? എന്നാലേ വണ്ടി പുറകോട്ട് പോവും. എന്തൊക്കെയാടാ നീ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്തിനാടാ വണ്ടി നിർത്താൻ പറഞ്ഞേ? എന്തിനാ റിവേഴ്സിൽ പോകാൻ പറഞ്ഞേ? കാര്യം തെളിച്ച് പറ. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, വണ്ടി നിർത്താൻ പറഞ്ഞപ്പോ വണ്ടി നിർത്തി. രണ്ടാമത്തെ കാര്യം റിവേഴ്സിൽ പോകാൻ പറഞ്ഞു, അതും കൂടി ചെയ്യേ. റിവേഴ്സിൽ പോയാലേ ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവും. ഇവരെന്താ ഈ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. കുഴപ്പമില്ല വിക്രം, റിവേഴ്സ് എടുക്ക്. അവൻ എന്തിനാ റിവേഴ്സ് എടുക്കാൻ പറഞ്ഞ നോക്കാലോ. അച്ഛാ, ഇവിടെ നിർത്ത്, ഇവിടെ തന്നെ നിർത്ത്. ഇനിയെങ്കിലും പറ, എന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞേ? എന്താ നിന്റെ പ്രശ്നം? ഒരു കട ഉണ്ടോ? അതെ ഉണ്ട്. ആ കടയിൽ നിന്ന് എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങിത്താച്ചാ. കവിൻ, കടയുടെ അടുത്ത് വെക്കുകയല്ലേ അച്ഛാ, പ്ലീസ് അച്ഛാ. എനിക്ക് വിശക്കുന്ന പോലെ തോന്നുന്നു. വിശന്നാ വേറൊന്നും നോക്കരുതെന്ന് അച്ഛനല്ലേ പറഞ്ഞിട്ടുള്ളേ. എല്ലാം കഴിച്ചിട്ട് പോയാലല്ലേ പഠിക്കുന്ന തലേ കയറൂ. എടാ, വിശക്കുമ്പോ ടിഫിനാടാ നിന് കഴിക്കേണ്ടത്, അല്ല ചോക്ലേറ്റ് ഒന്നും അല്ല. വാ, ഇഡ്ഡലി, പൂരി, ദോശ അങ്ങനെ എന്തെങ്കിലും ഞാൻ വാങ്ങിച്ച. അതൊന്നും കഴിക്കാതെ എന്തിനാടാ നീ ചോക്ലേറ്റ് കഴിക്കണമെന്ന് പറയുന്നേ?
അയ്യോ അച്ഛാ, ഇത് ഇഡ്ഡലിയും പൂരിക്കുള്ള വിശപ്പൊന്നും അല്ല, ഇത് ചോക്ലേറ്റിന്റെ വിശപ്പാ. പ്ലീസ് അച്ഛാ. ഞാൻ പറഞ്ഞ അച്ഛൻ വാങ്ങിത്തരുമെന്ന് വിശ്വസിച്ചിട്ടല്ലേ വണ്ടി റിവേഴ്സ് എടുക്കാൻ പറഞ്ഞത്. അതാ കട അടുത്തുണ്ടല്ലോ, ഇറങ്ങിപ്പോയിട്ട് എനിക്കൊരു ചോക്ലേറ്റ് മാത്രം വാങ്ങിച്ചാ. കഴിച്ചിട്ട് പോവാ, അല്ലെങ്കിൽ നല്ല വിശപ്പാവും. വിക്രം, അവൻ ചോദിക്കുന്നതല്ലേ, ഒരേ ഒരു ചോക്ലേറ്റ് അല്ലേ, വേഗം പോയി വാങ്ങിച്ചു കൊടുക്ക്. നീ ഇതെവിടേക്കാ? ഏത് ചോക്ലേറ്റ് ആണെന്ന് ഞാനല്ലേ പറഞ്ഞുതരണ്ടേ? ആ അച്ഛൻ വേറെ ഏതെങ്കിലും എനിക്ക് ഇഷ്ടമല്ലാത്ത വാങ്ങിട്ട് വന്നെങ്കിലോ? നിനക്ക് ഇഷ്ടമില്ലാത്ത ചോക്ലേറ്റ് ഉണ്ടോ ഈ ലോകത്ത്? ഉണ്ടച്ചാ, എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഞാൻ കാണിച്ചു തരാം, എനിക്കത് വാങ്ങിത്താ. വാ.